ഇനിയിപ്പോൾ ഞാൻ നേരെ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് ഇങ്ങനത്തെ ഒരു റോഡിൻ്റെ ഒരു അവസ്ഥയിലേക്കാണ്. കാരണം ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് നിലവിൽ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് നേരിടുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് നിസ്സംശയം പറയാം ആലപ്പുഴയിലെ ഈ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയാണെന്ന്. 13 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഈ പ്രദേശം നിലവിൽ നമുക്കൊന്ന് കടന്നു കിട്ടണമെങ്കിൽ വാഹനങ്ങൾക്ക് വേണ്ടി വരുന്നത് മണിക്കൂറുകളാണ്. ഗതാഗത കുരുക്ക് നേരിടുമ്പോൾ വാഹനങ്ങൾ കടത്തിവിടാൻ ബദൽ മാർഗം ഒരുക്കാത്തതും താൽക്കാലികമായി നിർമ്മിച്ച റോഡുകളുടെ ശോച്യാവസ്ഥയും തന്നെയാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും ആവർത്തിച്ച യാത്രാക്കുരുക്കിന് കാരണം. രാജ്യത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ ഉയരപ്പാത നിർമ്മാണം ആരംഭിക്കുന്നത് അരൂർ മുതലാണ്. ഇവിടെ മുതൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കും ആരംഭിക്കുന്നു. ഈ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ 4 ഭാഗത്തും കൂടി വണ്ടി വരുമ്പോഴത്തേക്കും പോലീസിൻ്റെ ശ്രദ്ധ പോലും നിലവിൽ കൊടുക്കുന്നില്ല. ഇപ്പോൾ ഈ പാലിയേക്കാട് ടോൾ പിരിക്കുന്നത് പോലെ ഈ റോഡ് മോശമാക്കിയിട്ട് പിടിച്ചുകൊണ്ടിരിക്കണം ഇപ്പോഴും. അപ്പോൾ അതിന് നടപടി സ്വീകരിക്കാനായിട്ട് സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ ജനങ്ങളെ നടുവൊടിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടും ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ്. കുഴിയിൽ നിന്നും അടുത്ത കുഴിയിലേക്കുള്ള യാത്രയെന്ന് വേണമെങ്കിൽ അരൂർ തുറവൂർ പാതയിലൂടെയുള്ള സഞ്ചാരത്തെ വിളിക്കാം. വണ്ടിയുടെയും യാത്രക്കാരുടെയും നടുവൊടിയും എന്നതിൽ ആർക്കും തർക്കം വേണ്ട. മഴ കൂടി എത്തിയതോടെ യാത്രാ ദുരിതത്തിന്റെ എല്ലാ ഘടകങ്ങളും പൂർത്തിയായി. ഇവിടെ തന്നെ ചിലപ്പോൾ ഒരു 3 മണിക്കൂർ 2 മണിക്കൂർ 1 മണിക്കൂർ ഭയങ്കര കഷ്ടമാണ്. പിന്നെ അതുപോട്ടെ അത് കുഴിയാ, കടക്കാം, കുഴി കിണറ്റിൻ്റെ അത്രയും കുഴിയാ. എറണാകുളത്ത് നിന്നും വരുമ്പോൾ അരൂർ മുതൽ ചന്തിരൂർ വരെയാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷം. ഗർഡറുകൾ സ്ഥാപിക്കാനായി ഇടവിട്ട് ഗതാഗതം നിർത്തിവെക്കുന്നതും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. 30 രൂപ ഓട്ടം പോയാൽ തന്നെ ഒരു 1/4 മണിക്കൂർ സമയം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ച് ഈ സ്റ്റാൻഡിലെത്താൻ പറ്റുള്ളൂ. പിന്നെ ഈ 6 ലൈനോ 8 ലൈനോട്ടാണ് ഇവിടെ കൂടി വണ്ടികൾ വരുന്നത്. ആംബുലൻസ് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പുറത്ത് റോങ് സൈഡാണ് പോണത്. റോങ് സൈഡ് ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ വണ്ടി ബ്ലോക്ക് ആവല്, ഈ ഇടവഴികൾ വണ്ടി കയറി പോലെ ഫുൾ ബ്ലോക്ക്. മേൽപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സാധാരണക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു യാത്രാ ക്ലേശത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. കാരണം രാവിലെ ഓഫീസുകളിലേക്ക് പോകുന്ന പൊതുജനങ്ങളും അതേപോലെ വിദ്യാർത്ഥികളും ആബാലവൃദ്ധം ജനങ്ങൾ ഇതുമൂലം വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കുട്ടികൾക്ക് സമയത്ത് സ്കൂളിലെത്താൻ പറ്റുന്നില്ല. അവർ സ്കൂളിലെത്തുമ്പോഴേക്കും 1-2 പീരീഡ് കഴിഞ്ഞിട്ടുണ്ടാവും. നിർമ്മാണം തുടങ്ങി 2 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇതുവരെ 43-ലധികം മരണങ്ങളാണ് അരൂർ തുറവൂർ റോഡിൽ മാത്രം സംഭവിച്ചിരിക്കുന്നത്. അരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 24-ലധികം മരണങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ സംഭവിക്കുന്ന അപകട മരണങ്ങൾക്കൊന്നും തന്നെ കരാർ കമ്പനിക്കാർക്ക് ഉത്തരവാദിത്തമില്ല എന്ന മട്ടിലാണ് അവരുടെ പ്രതികരണം. നിർമ്മാണ മേഖലയിൽ കൂടി വലിയ വാഹനങ്ങൾ സഞ്ചരിക്കരുതെന്ന കളക്ടറുടെ നിർദ്ദേശം ഉത്തരവിൽ മാത്രം ഒതുങ്ങി. കഴിഞ്ഞ ദിവസം ചരക്ക് ലോറി തകരാറിലായതിനെ തുടർന്ന് പാതയിൽ വാഹനങ്ങൾ കുടുങ്ങിയത് 5 മണിക്കൂറിലേറെ നേരമാണ്. ചന്തിരൂര് മുതൽ അരൂർ ബൈപ്പാസ് വരെയുള്ള ഭാഗത്താണ് ഇത്തരത്തിലുള്ള ബ്ലോക്ക്. മഴക്കാലമാകുമ്പോൾ നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. അതുകൂടാതെ തന്നെ 55% പണി ഇതിൻ്റെ പൂർത്തീകരിച്ചു. ഇതിൻ്റെ ആർച്ചിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആ ആർച്ചിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് പോലും ഇവരുടെ ഭദ്രാവധി സാധനങ്ങളും മെഷീനറികളും മറ്റ് വേസ്റ്റുകളും ഇതുവരെ ഈ ഭാഗത്തു നിന്ന് എടുത്ത് മാറ്റിയിട്ടില്ല. മാറ്റാത്തത് മൂലം വൻ ദുരിതമാണ്, ഗതാഗതക്കുരുക്കുമാണ് ഈ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കടന്നുപോകുന്ന വാഹനങ്ങൾക്കോ കാൽനട യാത്രക്കാർക്കോ സുരക്ഷ ഉറപ്പാക്കാൻ നിർമ്മാണത്തിന്റെ കരാറേറ്റെടുത്ത കമ്പനിയോ ദേശീയപാത അതോറിറ്റിയോ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അപകടങ്ങൾ പതിവായിട്ടും ഗതാഗതം നിയന്ത്രിക്കുന്നത് നിർമ്മാണ കമ്പനിയുടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ. അനാസ്ഥയുടെയും കെടുകാര്യസ്ഥതയുടെയും അവഗണനയുടെയും ഉദാഹരണമായി മാറുകയാണ് അരൂർ തുറവൂർ ദേശീയപാത. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ നിന്നും ദീപകിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.